ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു തെർമോമീറ്റർ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ വിശദമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു ലോഡ് കൺട്രോൾ ചെയ്യാൻ ഈ സർക്യൂട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഫാൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫാൻ ഓൺ ആകാനും കുറയുമ്പോൾ ഓഫ് ആകാനും ഇത് ഉപയോഗിക്കാം. TV, ഇൻവേർട്ടർ, ആംപ്ലിഫയർ എന്നിവ സർവീസ് ചെയ്യുമ്പോൾ എച്ച്-ഔട്ട്, മോസ്ഫെറ്റ് എന്നിവ എത്രമാത്രം ഹീറ്റ് ആവുന്നുണ്ടെന്നറിയാനും അവ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി ഓഫ് ചെയ്യാനും സാധിക്കും. ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാനായി 2 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു കോമൺ കാഥോഡ് ഡിസ്പ്ലേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കോമൺ കാഥോഡ് ഡിസ്പ്ലേയുടെ കോമൺ പിന്നെ നെഗറ്റീവ് ആണ്. ഇവിടെ സർക്യൂട്ടിൽ ഒരു ഡിസ്പ്ലേയുടെ പിൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ABCDEFG എന്നിവയാണ് ഡിസ്പ്ലേയുടെ ഓരോ സെഗ്മെൻറ്റ് പിന്നുകൾ. ഈ പിന്നുകൾ ആർഡിനോയുടെ 2 മുതൽ 8 വരെയുള്ള പിന്നുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഡിസ്പ്ലേയും എനേബിൾ ആക്കാനായി കോമൺ പിന്നുകൾ 9ലും 10ലും കൊടുത്തിരിക്കുന്നു. LM35 സെൻസറിൻ്റെ ഔട്ട്പുട്ട് ആർഡിനോയുടെ A0 പിന്നിൽ, അനലോഗ് ഇൻപുട്ട് A0 പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഓരോ നമ്പറും തെളിയുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്പർ 1 തെളിയാൻ സെഗ്മെൻറ്റ് Bയും Cയും ഓൺ ആകണം. 2 തെളിയാൻ A, B, D, E പിന്നെ G സെഗ്മെൻറ്റുകൾ ഓൺ ആകണം. അതുപോലെ ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയ സെഗ്മെൻറ്റുകൾ തെളിയാനുള്ള ബൈനറി കോഡാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ബൈനറി കോഡിൻ്റെയും ഹെക്സ് കോഡും കൊടുത്തിരിക്കുന്നു. ഈ കോഡുകൾ ഡിസ്പ്ലേയിലേക്ക് ആർഡിനോ ഉപയോഗിച്ച് റൈറ്റ് ചെയ്താണ് ഡിസ്പ്ലേ തെളിയുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. സർക്യൂട്ട് നമ്മൾ ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്യുകയാണ്. ഡിസ്പ്ലേയുടെ ഓരോ കണക്ഷനും സർക്യൂട്ടിൽ നോക്കി കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. രണ്ട് ഡിസ്പ്ലേയുടെയും സെഗ്മെൻറ്റ് പിന്നുകൾ ആദ്യനയുടെ സെയിം പിന്നുകളിലേക്ക് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് രണ്ട് ഡിസ്പ്ലേയിലേക്കും 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഒന്നാമത്തെ ഡിസ്പ്ലേ സെലക്ട് ചെയ്യും. ആ ഡിസ്പ്ലേയിൽ തെളിയേണ്ട കോഡ് റൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ട് രണ്ടാമത്തെ ഡിസ്പ്ലേ ഓൺ ആക്കും. എന്നിട്ട് ആ ഡിസ്പ്ലേയുടെ ഡാറ്റ റൈറ്റ് ചെയ്യും. ഇതൊരു ഹൈ ഫ്രീക്വൻസിയിൽ മാറി മാറി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നമുക്ക് 2 ഡിസ്പ്ലേയും ഒരേ സമയത്ത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. രണ്ട് ഡിസ്പ്ലേയുടെയും കോമൺ പിന്നുകളിൽ നിന്ന് നമ്മൾ ഒരു സീരീസ് റെസിസ്റ്റർ ഉപയോഗിച്ചാണ്, ഒരു 470 ഓം റെസിസ്റ്റർ ഉപയോഗിച്ചാണ് ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേയിലേക്കുള്ള കറണ്ട് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായി ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആർഡിനോയിലേക്കുള്ള കണക്ഷൻ കൂടെ കൊടുത്താൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആർഡിനോയുടെ കോഡ് ഒന്ന് നോക്കാം. ആദ്യം ആർഡിനോയുടെ പിന്നുകൾ ABCDEFG ഡിജിറ്റ് 1 ഡിജിറ്റ് 2 എന്നീ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. പ്രോഗ്രാമിൽ ഇനി ഈ നമ്പറിന് പകരം ഈ വേരിയബിൾസ് ആണ് നാം ഉപയോഗിക്കുക.
സെറ്റ് ഡാറ്റ എന്ന അറേയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട 7 സെഗ്മെൻറ്റ് കോഡുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു. സെറ്റപ്പ് ഫംഗ്ഷനിൽ ആർഡുയിനോ പിന്നുകൾ ഔട്ട്പുട്ടായി കോൺഫിഗർ ചെയ്തു. അനലോഗ് റെഫറൻസ് ഫംഗ്ഷനിൽ ഇന്റേണൽ എന്ന് കൊടുത്തിരിക്കുന്നു നോക്കുക. ആർഡുയിനോയുടെ ഇന്റേണൽ റെഫറൻസ് വോൾട്ടായ 1.1 വോൾട്ടാണ് നാം അനലോഗ് റീഡിനായി ഉപയോഗിക്കുന്നത്. സെറ്റപ്പ് ഫംഗ്ഷൻ ഒരു തവണ മാത്രമേ റൺ ചെയ്യുള്ളൂ. ലൂപ്പ് ഫംഗ്ഷനിൽ നാം 2 ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ റീഡ് ചെയ്യാനായി റീഡ് ടെമ്പ് ഫംഗ്ഷനും ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാനായി റൈറ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനും. റീഡ് ടെമ്പ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഡാറ്റ വേരിയബിളിലേക്ക് ടെമ്പറേച്ചർ വാല്യൂ കിട്ടുന്നു. ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് 28 ഡിഗ്രി എന്നാണെങ്കിൽ 8 ഡിസ്പ്ലേ 1-ലും 2 ഡിസ്പ്ലേ 2-ലും ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി 28-നെ 2ഉം 8ഉമായി സ്പ്ലിറ്റ് ചെയ്യണം. ടെമ്പറേച്ചർ മോഡ് റൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഡാറ്റ വേരിയബിളിൽ 8 എന്ന് കിട്ടുന്നു. ഇതിനെ റൈറ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നു. റൈറ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനിൽ നം എന്ന വേരിയബിളിൽ 8 എന്ന് സ്റ്റോർ ആകും. 8ന്റെ കറസ്പോണ്ടിങ് 7 സെഗ്മെൻറ്റ് കോഡായ 0xFF എന്ന ഹെസ് കോഡ് ഡിസ്പ്ലേ ഡാറ്റ വേരിയബിളിലേക്ക് സെറ്റ് ഡാറ്റ അറേയിൽ നിന്നും കോപ്പി ചെയ്യുന്നു. 0xFF എന്ന ഡിസ്പ്ലേയുടെ എല്ലാ സെഗ്മെൻറ്റ് പിന്നുകളും ഓൺ ആകണം എന്നാണ്. ഈ വാല്യൂവിന് ഡിസ്പ്ലേ 1ലേക്ക് റൈറ്റ് ചെയ്യാനായി ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആയിരിക്കും. ടെമ്പ് വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുന്ന 0xFF എന്ന കോഡിനെ 1 കൊണ്ട് ആൻഡ് ചെയ്യുന്നു. കോഡിൻ്റെ ഫസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ ആൻഡ് ചെയ്യുമ്പോൾ ടെമ്പ് വേരിയബിളിൽ 1 എന്ന് കിട്ടും. 0 ആണെങ്കിൽ ടെമ്പ് വേരിയബിൾ 0 ആയിരിക്കും. 1 ആണെങ്കിൽ ഐയുടെ വാല്യൂ ഏതാണോ ആ ആർഡിനോയുടെ കറസ്പോണ്ടിങ് പിൻ ഐ ആക്കുന്നു. 0 ആണെങ്കിൽ ആർഡിനോ പിൻ 0 ആക്കുന്നു. കോഡിൻ്റെ സെക്കൻഡ് ബിറ്റ് 1ാമത്തെ സ്ഥാനത്തേക്ക് വരാനായി ഡിസ്പ്ലേ ഡാറ്റ വേരിയബിളിനെ ഒരു പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 8 ആകുന്നത് വരെ ലൂപ്പ് റൺ ചെയ്യും. ലൂപ്പിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ 8ന്റെ ഡിസ്പ്ലേ കോഡ് നാം റൈറ്റ് ചെയ്തു. ഇനി ഡിസ്പ്ലേ എനേബിൾ ആക്കാൻ ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷനിൽ ഉപയോഗിച്ച് ഡിസ്പ്ലേ എനേബിൾ ചെയ്തു. ഇപ്പോൾ 8 എന്ന ഡിസ്പ്ലേ 1-ൽ തെളിഞ്ഞു. 10 മില്ലിസെക്കൻഡ് കഴിഞ്ഞ് ഡിസ്പ്ലേ 1 ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഡിജിറ്റായ 2 ഡിസ്പ്ലേ ചെയ്യണം. അതിനായി ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 10 മോഡ് 10 ഉപയോഗിച്ച് 2നെ കോപ്പി ചെയ്ത് റൈറ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് കൊടുത്തു. അപ്പോൾ 2ന്റെ കറസ്പോണ്ടിങ് കോഡായ 0x5b എന്ന കോഡ് ഡിസ്പ്ലേയിൽ റൈറ്റ് ആയി. ഇനി ഡിജിറ്റൽ റൈറ്റ് ഉപയോഗിച്ച് 10 മില്ലിസെക്കൻഡ് നേരത്തേക്ക് ഡിസ്പ്ലേ 2 എനേബിൾ ആക്കാം. ലൂപ്പ് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ 28 എന്ന ഡിസ്പ്ലേയിൽ തെളിയുന്നത് കാണാം. ഇനി കോഡ് ആർഡിനോയിലേക്ക് റൈറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഒരു ഫാൻ ടെമ്പറേച്ചർ അനുസരിച്ച് കൺട്രോൾ ചെയ്യാം, ഹൈ ലോ ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.